ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ നാളുകളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എല്ലാവരും പരീക്ഷാ ചൂടിലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം നിങ്ങൾക്ക് മികച്ച മാർക്ക് ഉറപ്പാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ ഗൈസ്, ഇനി അങ്ങോട്ട് നിങ്ങളെ കാത്തിരിപ്പുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായ 3 പരീക്ഷകളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മാത്സും, അടുത്തത് ഹിന്ദിയും, അതിനുശേഷം നമ്മുടെ സ്വന്തം ഫിസിക്സും. ഈ വരുന്ന മാർച്ച് 21-ാം തീയതിയാണ് ഫിസിക്സിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ പല കുട്ടികളും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, സാറേ ഫിസിക്സ് പരീക്ഷയ്ക്ക് വലിയ ഗ്യാപ്പൊന്നും ഇല്ലാലോ, ആകെ ഒരു ദിവസത്തെ ഗ്യാപ്പ് മാത്രമല്ലേ ഉള്ളൂ. സോ എങ്ങനെയാണ് ഫിസിക്സിൽ ഞങ്ങൾക്ക് A+ നേടിയെടുക്കാൻ സാധിക്കുക? ഫിസിക്സിൽ A+ നേടിയെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഫിസിക്സിൽ നമുക്ക് എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ സമയം എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് A+ ഉറപ്പിക്കാം എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സോ ഗൈസ്, ഒട്ടും ലേറ്റാക്കാതെ വീഡിയോയിലോട്ട് കടക്കുന്നു. ആദ്യം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി തുടങ്ങുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 19-ാം തീയതിയുള്ള ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് 21-ാം തീയതിയാണ് അടുത്ത നമ്മുടെ ഫിസിക്സ് പരീക്ഷ കാത്തിരിപ്പുള്ളത്. സോ നമ്മുടെ മുന്നിലാകെ 2 ദിവസങ്ങൾ, എണ്ണിപ്പറയുകയാണെങ്കിൽ 2 ദിവസം എന്ന് പറയാം. അഥവാ ഹിന്ദി പരീക്ഷയുടെ രാത്രി ഉള്ള 19-ാം തീയതി രാത്രി കംപ്ലീറ്റ്ലി നമ്മുടെ കൈവശമുണ്ട്. 20-ാം തീയതി കംപ്ലീറ്റ് ആ ഒരു ഹോൾ ഡേ കൂടി നമ്മുടെ കൈവശമുണ്ട്. സോ ഈ 2 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലിരിക്കുന്നു നിങ്ങളെ കാത്തിരിപ്പുള്ള ഫിസിക്സിലെ A+ എന്ന് പറയുന്നത്. സോ 19-ാം തീയതി നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അഥവാ 1 തുടങ്ങി 7 ചാപ്റ്റേഴ്സിലെ മുഴുവൻ കോൺസെപ്റ്റുകളും നമുക്ക് 19-ാം തീയതി ഇരുന്ന് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാം. പിന്നെ അങ്ങോട്ട് 20-ാം തീയതി നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 20-ാം തീയതി നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഈ 2 ലൈവുകൾ മാത്രം മതിയാവും ഏറ്റവും മികച്ച A+ലോട്ട് നിങ്ങൾക്ക് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല കുട്ടികളും പറയാനുള്ള കാര്യമാണ്, സാർ ഓക്കെയാണ്, ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ്, സൈലത്തെ വിശ്വാസമാണ്, സാറേ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷേ പരീക്ഷയിൽ 1-2 ചോദ്യങ്ങളെങ്കിലും ഞങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ, ഞങ്ങളുടെ A+നെ ക്രൂഷ്യലി നിർണ്ണയിക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് കടുകട്ടിയേറിയ 1-2 വലിയ ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയ്ക്കകത്ത് നിൽക്കണമെന്നില്ല. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെന്ന് പല കുട്ടികളും നമ്മളോട് പേഴ്സണലി പറയാറുണ്ട്. സാറേ ഫ്രഷ് ക്വസ്റ്റ്യൻസ് വേണം, പുതിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും പുതിയ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാ ചാപ്റ്ററിലെയും ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം. സോ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് മക്കളെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഒരു കിണ്ണം കാച്ചിയ ലൈവുമായിട്ട് ഞാൻ വരുന്നുണ്ട്. 50 A+ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ 50 ഫ്രഷ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് അണ്ണൻ വരുന്നത്. സോ നിങ്ങളെല്ലാവരും നാളെ രാവിലെ കൃത്യം 10 മണിക്കുള്ള ലൈവിൽ വേണം. കാരണം ഏറ്റവും ക്രൂഷ്യലായ, ഏറ്റവും പ്രധാനപ്പെട്ട A+ തീരുമാനിക്കുന്ന 50 ചോദ്യങ്ങൾ നമ്മൾ നാളെ രാവിലെ 10 മണിക്ക് പഠിച്ചു തീർക്കും. അതിനുശേഷം നമ്മുടെ എക്സാമിന് മുൻപുള്ള 19-ാം തീയതിയും 20-ാം തീയതി ലൈവുകൾ മാത്രം മതി ഫിസിക്സിൽ A+ അല്ല മുഴുവൻ മാർക്കും നമുക്ക് ഉറപ്പിക്കാൻ. മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം കൂടെയുണ്ട്. നാളത്തെ ലൈവ് മറന്നു പോരുത്. 50 A+ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലൈവിൽ കാണാം. ബൈ.